ഇന്നത്തെ നമ്മുടെ യാത്ര എടപ്പള്ളി ലുലു മോളിലോട്ടാണ്. അവിടെ ആനുവൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ. മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ട് ആഷികയും ഉണ്ട്. അപ്പോൾ കലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ ലുലു മോളിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഇനി നമുക്ക് ലുലു മോളിൽ എത്തിയിട്ട് കാണാം. ഒരു ഫ്രീ ആയൊരു ദിവസമായിരുന്നു, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഇത് നല്ല തിരക്കുണ്ട്. ഞങ്ങളൊരു 10 മണിയോടുകൂടി അവിടെ എത്തിയായിരുന്നു. ഇങ്ങനെ ഓഫർ ഡേ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അത് അറിഞ്ഞിട്ട് കുറേ പേരിങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ലേറ്റായിപ്പോയി. നമ്മൾ ഫസ്റ്റ് ഫാഷൻ സ്റ്റോറിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. രാവിലെയാണ്, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ. അപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നാൽ അകത്ത് കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക്സും അങ്ങനത്തെ കാര്യത്തിനൊന്നും ഓഫർ ഇല്ലെന്നാണ് കേട്ടത്. നമുക്ക് അകത്ത് കയറി നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. 10 മണിയായിട്ടുള്ളൂ, എന്നാൽ കൂടി ആളുകളുണ്ട്. പിന്നെ ക്യൂ ഉണ്ട് അവിടുത്തെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഇത്രയും നേരം നിന്ന് നമ്മൾ ബില്ലടയ്ക്കേണ്ടി വരുമോയെന്ന് വിചാരിച്ചപ്പോൾ സമയം പോകത്തില്ലേ, നിന്ന് വിഷമിക്കും. അതുമാത്രം ഒരു സങ്കടം തോന്നിയുള്ളൂ. പിന്നെ ക്ലിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓഫറുണ്ട് കേട്ടോ. എല്ലാ ഐറ്റത്തിനും ഓഫറൊന്നുമില്ല. പിന്നെ ഈ കമ്മലുകൾ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് സെറ്റ് സാരിക്കൊക്കെ ഓണമല്ലേ വരണേ, അപ്പോൾ അതിന് മാച്ച് ചെയ്തിടാൻ പറ്റിയ കമ്മലുകൾ. ഇത് 500 റുപ്പീസിൻ്റെ 300-ൻ്റെയൊക്കെയാണ് ശരിക്കുമുള്ള റേറ്റ്. അത് 70 റുപ്പീസ് 79 റുപ്പീസിനൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2-3 ഞങ്ങൾ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓണമൊക്കെ അല്ലേ വരണേ, അപ്പോൾ സെറ്റ് സാരിക്ക് മാച്ച് ചെയ്ത കമ്മലൊക്കെ മേടിക്കാം കേട്ടോ. ഞാനിങ്ങനെ ബെനിഫിറ്റുള്ള ഐറ്റംസിൻ്റെ കാര്യമൊക്കെ ഞാൻ എടുത്ത് പറയാം. എനിക്കിങ്ങനെ തോന്നിയ കാര്യങ്ങളാണ് ലുലുവിൽ ചെന്നിട്ട്. അപ്പോൾ നിങ്ങൾ ലുലുവിൽ പോയവരാണെങ്കിൽ, ഓഫർ ഡേയ്സിൽ പോയവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയൂ. പിന്നെ വളകളുടെ സെക്ഷനാണ്. ഇതും നമുക്ക് പല വെറൈറ്റി വളകളുണ്ട്. ഇതും 49 റുപ്പീസേ ഉള്ളൂ സെറ്റായിട്ട്. നമുക്കിപ്പോൾ ഫെസ്റ്റിവൽ സീസണല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ നോക്കിയെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്കും ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ദേ ഒരു വള എടുത്തു. അങ്ങനെ ചുമ്മാ ഒരു രസമല്ലേ ഞാനിവിടെ നിന്നൊന്നും മേടിക്കാനൊന്നും വന്നതൊന്നും അല്ല കേട്ടോ. എനിക്കങ്ങനെ വെറുതെ കാശ് കളയണമൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഹൈപ്പറിൽ കയറി കുറച്ച് ഐറ്റംസ് കേക്കിന് വേണ്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. പിന്നെ നമ്മൾ ലേഡീസ് ഇങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എടുക്കാതെ പോരത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ എടുത്തില്ലെങ്കിൽ ഒരു വിഷമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് സാരിക്ക് മാച്ച് ചെയ്ത 2-3 കമ്മലൊക്കെ എനിക്ക് അഷിക സെലക്ട് ചെയ്ത് തന്നു. അപ്പോൾ അത് അഷിക ഈ കമ്മലെടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആദ്യം കണ്ടിട്ട് പോയതാണ്, പിന്നെ ഇത് എടുക്കാതെ പോരാൻ തോന്നിയില്ല. ഒരു ബ്രിക്ക് ഷെയ്ഡും ഉണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ. സാരിക്ക് നല്ല മാച്ചായിരിക്കും. അഷിക്ക് എന്നിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ അഷിക എടുത്തത്. പിന്നെ ഈ കമ്മലാണ് ഞാൻ മേടിച്ചത്. ഇതുപോലത്തെ 2 എടുത്തു. സാരിക്ക് നല്ല ഭംഗിയായിരിക്കും. എനിക്കും മക്കൾക്കൊക്കെ മാറി മാറിയൊക്കെ ഇടാമല്ലോ, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെന്താ അങ്ങനെ പിന്നെ മോതിരത്തിൻ്റെ സെക്ഷൻ നല്ല ഭംഗിയുണ്ട്. ഈ മോതിരം ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്. കളറൊന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. ഇതിനും ഓഫറുണ്ട് കേട്ടോ. ഇതും കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഇവിടെ വേറെ എനിക്ക് തോന്നിയത് മോതിരം തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. വൈറ്റ് സ്റ്റോൺ പല ഡിഫറെൻറ്റ് കളറിലൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ക്ലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് പകുതിക്ക് മുടിയൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റിയ ക്ലിപ്സ്, പല ഷേപ്സിൽ ഡിഫറെൻറ്റ് നമ്മൾ കാണാത്ത വെറൈറ്റി ക്ലിപ്സുകളൊക്കെ ഞാൻ കണ്ടു. അപ്പം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ലുലുവിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നേ. മോതിരം കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള മോതിരം. ഇതിനൊക്കെ തീരെ റേറ്റ് കുറവാട്ടോ. 40 അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ. ഇതൊക്കെ ഡിസ്കൗണ്ട് ഇട്ടേക്കുന്ന കേട്ടോ. അങ്ങനെ ഒരുമാതിരി പർച്ചേസിങ് കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കൂടുതൽ സമയം ഇവിടെ നിന്ന് നമ്മൾ കൂടുതൽ ഇനി എന്തെങ്കിലുമൊക്കെ എടുത്തു. അത് കാരണം ഹൈപ്പറിൽ കയറാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. വില്ലേജ് സെക്ഷനിൽ ഇത്തിരി ക്യൂ ഉണ്ട്, അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യായിരുന്നു കുറേ തിരക്ക് കുറയാനായിട്ട്.
അപ്പോൾ അങ്ങനെ ബില്ല് ചെയ്തിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ അഷികയ്ക്കും കുറച്ച് ഐറ്റംസ് ഹൈപ്പറിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്ന വഴിക്കൊക്കെ ഈ ലേഡീസ് ബാഗൊക്കെ ഒന്ന് നോക്കി. ഇതൊന്നും ഞങ്ങൾ മേടിച്ചില്ല, പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, 50%, 70% ഒക്കെ. ഇതൊക്കെ 2000-ൻ്റെ ഒക്കെ ബാഗാണ്, 999 ഇട്ടേക്കുന്ന ഓഫർ റേറ്റ്. പിന്നെ ഇത് എന്താ പറയുക, ചില ബാഗൊക്കെ നല്ലതുണ്ട് കേട്ടോ, ബ്രാൻഡഡ് ഉണ്ട്, ബ്രാൻഡഡ് അല്ലാത്തതുണ്ട്, കുഞ്ഞു കുഞ്ഞു പേഴ്സുകളൊക്കെ. പിന്നെ എന്താ, നമ്മൾ ലേഡീസിന് ഇതൊക്കെ കണ്ടാൽ വിടുമോ? പിന്നെ ഭയങ്കര ക്രേസ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കണ്ട് പോവുകയാണെങ്കിൽ തന്നെ മനസ്സിലൊക്കെ ഒരു സന്തോഷമല്ലേ. എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന ടൈമിലൊക്കെ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലതല്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ. ഈ ബാഗിന് നല്ല ഒരു 30% ഓഫുള്ളൂ എന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല മെറ്റീരിയലാണ് കേട്ടോ അത്. മേടിച്ചൊന്നുമില്ല ബാഗൊന്നും, വന്നവരൊക്കെ എടുക്കുന്നുണ്ട് ബാഗ്സൊക്കെ. അങ്ങനെ കമ്മലും ബാഗൊക്കെ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഇത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി, കുർത്തിയുടെ സെക്ഷൻ. നമുക്ക് ഡെയിലി വെയർ, ഓഫീസ് വെയറിനൊക്കെ ഇടാൻ പറ്റിയ കുർത്തീസ് ഉണ്ടായിരുന്നു. 499 പറ്റിയത്, 500 റുപ്പീസിൻ്റെയൊക്കെ കുർത്തീസ്. പിന്നെ 2 എടുക്കുമ്പോൾ 1 ഫ്രീ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കി എടുക്കണമെന്ന് മാത്രം. ലക്കിന് നമുക്ക് നല്ലതൊക്കെ കിട്ടും. പക്ഷേ ഒരു മാതിരി നല്ല ഐറ്റംസൊക്കെ ആട്ടോ അവിടെ ഡിസ്കൗണ്ട് ഈ കുർത്തീസൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ജീൻസിന് പറ്റിയ ടോപ്പ്, ജീൻസ്, കുട്ടികളുടെ സെക്ഷൻ, അങ്ങനെയൊക്കെ എല്ലാത്തിനും 50% ഓഫുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ, കമ്മലും ഡ്രസ്സിൻ്റെ സെക്ഷൻ. ഇപ്പം ഞാൻ പറയാം, എനിക്ക് ലാഭമായിട്ട് തോന്നിയ ഐറ്റംസൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് കുർത്തി എടുക്കാമെന്നൊക്കെ വിചാരിച്ച ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നല്ലത് കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ യെല്ലോ കുർത്തി, ഇത് 500 റുപ്പീസാണ്, എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തത് ഞാൻ എടുത്തു. പിന്നെ ഇത് പറഞ്ഞ ഓർഗൻസയുടെ ബ്ലാക്ക്, ഇത് 500 റുപ്പീസിനൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് 2 എടുത്തു. പിന്നെ അഷികയും ഒരു 2 കുർത്തി എടുത്തായിരുന്നു. ട്രയൽ റൂമിൽ കയറി നമുക്ക് ഇട്ടൊക്കെ നോക്കാം, ഡിസ്കൗണ്ടിന് ഇട്ടേക്കുന്ന ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ട്രയൽ ചെയ്യാം കേട്ടോ. ഇത് അഷിക എടുത്തു, നല്ല ബ്രാൻഡിൻ്റെ കുർത്തിയാണ്, 2000 റുപ്പീസിൻ്റെ 900 റുപ്പീസിന് കിട്ടി. അപ്പോൾ അങ്ങനെ ഈ ഒരു സെക്ഷൻ നല്ല എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. അപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നതുണ്ട്, ബ്ലാക്കിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. പള്ളിയിലിടാൻ പറ്റിയ ഡ്രസ്സുകൾ, പള്ളിയിൽ പോകാൻ വൈറ്റ് ഷെയ്ഡിലൊക്കെ ഉള്ള കുർത്തീസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഈ സെഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എടുക്കാതെ പോരാൻ നമുക്ക് തോന്നത്തില്ല, അത്രയും ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തത്, പിന്നെ ചിക്കൻ കാരിയുടെ കുർത്തീസ്, അങ്ങനെയൊക്കെ. പിന്നെ ഞാനൊരു കുർത്തി എടുത്തു, അത് പക്ഷെ എനിക്ക് സൈസ് കൊണ്ട് ഒത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഒരു ഗ്രീനും ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുള്ളൊരു കുർത്തി, അത് അങ്ങനെ, അത് എടുത്തില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 2 സെറ്റ് ചുരിദാർ സെറ്റ് അൺസ്റ്റിച്ചഡാണ്, അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഫ്രീ ഉണ്ട് കേട്ടോ. അതും എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അതും നിങ്ങളിവിടെ വരുവാണെങ്കിൽ നോക്കിക്കോ. ഇതാണ് ഞാൻ എടുത്തത്, പക്ഷേ എനിക്ക് സൈസ് കറക്റ്റ് ആയില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ലേഡീസിൻ്റെ ബാഗിൻ്റെ വേറെ സെഷൻ, ഇത് ബ്രാൻഡഡ് അല്ല കേട്ടോ, പക്ഷെ എന്നാലും കൊള്ളാം, നമുക്ക് അത്യാവശ്യം ഫംഗ്ഷനിലൊക്കെ യൂസ് ചെയ്യാം. അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ കാർപ്പറ്റ്സ് ഉണ്ട്, നല്ല ബെഡ്ഷീറ്റ്സ്, ഇത് നല്ല ലാഭമാണ് കേട്ടോ. ഇതിവിടെ വന്നാൽ നിങ്ങൾ നോക്കിക്കോ. പിന്നെ കിച്ചൺ ടവൽസ്, കുട്ടികളുടെ ടോയ്സ്, അങ്ങനത്തേതൊക്കെ നല്ല ലാഭത്തിൽ എനിക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിലിട്ടേക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞങ്ങളതും എടുത്തില്ല, ഞങ്ങൾ ചുമ്മാ അത് കണ്ടിട്ട് ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ. അപ്പോൾ തിരക്ക് കണ്ടോ, ഇപ്പോൾ ഒരു സമയം ഒരു 12 മണിയോടൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈപ്പറാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. ഹൈപ്പറിൽ ചെന്നപ്പോൾ ഹൈപ്പറിലെ തിരക്ക് കണ്ടപ്പോൾ എൻ്റെ പൊന്നു വരണ്ടാന്ന് തോന്നിപ്പോയി, അത്ര തിരക്കായിരുന്നു. അതിലും ഉപരിയായിട്ട് നമ്മുടെ ക്യൂ കണ്ടപ്പോൾ എൻ്റെ പൊന്നോ, ഇത്രയും നേരം ഫാഷൻ സ്റ്റോറിൽ ക്യൂ ഒന്നുമല്ല, ഹൈപ്പറിൽ ഇവിടെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറി നോക്കാം. പിന്നെ നെയ്യ്, നമ്പീശൻ്റെ നെയ്യ്, അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള നെയ്യുകളൊക്കെ ഇല്ല, അതിനൊക്കെ നല്ല 500 റുപ്പീസ് അങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും 1 ലിറ്ററിൻ്റെ നെയ്യൊക്കെ മേടിച്ചു, കൊള്ളാമെന്ന് തോന്നി കേട്ടോ.
ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ ആ സെഷനിൽ വന്നപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ പേടിയായിപ്പോയി, ഭയങ്കര നടക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. പിന്നെ അങ്ങോട്ട് ഇത്തിരി കുറഞ്ഞു. നിങ്ങളും ലുലുവിൽ ഈ ഓഫർ ഡേയ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. നിങ്ങൾക്ക് ഏതിനൊക്കെ ഡിസ്കൗണ്ടായിട്ട് തോന്നിയേ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റംസും. രസമല്ലേ അതൊക്കെ. സോപ്പ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെ ഡിസ്കൗണ്ട് കണ്ടപ്പോഴാട്ടോ. അത് നോൾട്ടയുടെ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ റേറ്റിൽ കിട്ടത്തില്ല. ഒരു 1800 രൂപയുടെ പാത്രമൊക്കെ നമുക്ക് 900 രൂപയ്ക്ക് കിട്ടി. ഞാനും അഷിയും ഒരു കടായി വെച്ച് മേടിച്ചു. ചിക്കനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന കടായി. ഒരു 1.5 കിലോ ചിക്കനൊക്കെ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളും എടുത്തതിന് നല്ല പല ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ നോക്കിക്കോട്ടോ. നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് ഇതിന്. ലിഡൊക്കെ ആയിട്ടെ നല്ല പാത്രമാണ്. നമ്മൾക്ക് ഈ പറഞ്ഞ കൂട്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ മേടിച്ച് വെക്കണം, നമുക്ക് നല്ല ലാഭമാണ്. അപ്പം ഇത് 7th വരെ ഉള്ളൂ ഓഫർ എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബിരിയാണി പോട്ട് ഉണ്ടായിരുന്നു. നമുക്കൊരു 3 കിലോ ബിരിയാണിയൊക്കെ വെക്കുന്ന വലിയ ബിരിയാണി പോട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ. അതെനിക്കൊരു 10,000 രൂപ 3,500 വരുമെന്ന് തോന്നുന്നു. അതെനിക്ക് 1,500 രൂപയ്ക്ക് അവിടെ ഇട്ടേക്കുന്നുണ്ട്. കുറേ പേരൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം അത്രയും വിലയ്ക്ക് കിട്ടത്തില്ല. പിന്നെ കുക്കർ അങ്ങനെ അതിൻ്റെ സെറ്റൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അതൊക്കെ നല്ല വിലക്കുറവിൽ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഫ് റേറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ലുലു പോവുകയാണെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നോക്കിക്കോ, അതൊക്കെ നല്ലതാണ്. ഞാൻ എൻ്റേതായ അഭിപ്രായം പറഞ്ഞു കേട്ടോ. എടുക്കുന്നത് നോക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഇത് ഞങ്ങൾ മേടിച്ചു. എനിക്ക് പിങ്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്ക് ഷെയ്ഡിലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഒരു പാത്രമാണ് മേടിച്ചത്. അങ്ങനെ പാത്രങ്ങളുടെ സെക്ഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഞാൻ ഓരോന്നും എടുത്തെടുത്തൊന്നും പറയുന്നില്ല, എല്ലാത്തിനും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി പോട്ടിൻ്റെ കാര്യം, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നല്ല ലാഭം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ നോക്കിക്കോ, ആവശ്യമുള്ളവർക്ക് മേടിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കാണിച്ചത്. ഞാൻ ലുലുവിൽ പോയിന്ന് പറഞ്ഞപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പോൾ പോകാൻ പറ്റാത്തവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മീനിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇതിനും ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട്. നല്ല ഫ്രഷ് മീനാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ചെമ്മീൻ, കരിമീൻ, കേര, നെയ്മീൻ അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. ചാള, അയില എല്ലാം ഉണ്ട്. നമുക്ക് ക്ലീൻ ചെയ്തും തരും അവിടെ. ഞങ്ങളിതൊന്നും മേടിച്ചില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇത് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മുളകൊക്കെ അരപ്പ് പുരട്ടി ചിക്കൻ, മീൻ അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. പിന്നെ നമുക്കിത് കിലോ റേറ്റിലൊക്കെ കിട്ടുമെന്ന് തോന്നി. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ മട്ടൻ്റെ കാല്, പിന്നെ മട്ടൻ്റെ കിഡ്നി, ലിവർ, തലച്ചോറ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ കണ്ടു പോകാൻ തന്നെ നല്ല രസമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഉണ്ടായിരുന്നു ഈ സെഷനിൽ.
ഇതൊക്കെ ഇങ്ങനെ അരപ്പൊക്കെ പുരട്ടി വെച്ചേക്കുന്ന മീനും മീറ്റൊക്കെ ആട്ടോ, അതൊക്കെ ഫിഷും മീറ്റൊക്കെയാണത്. പിന്നെ ഇത് സവാള അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഇങ്ങനത്തെ വീട്ടിലോട്ട് ആവശ്യങ്ങൾക്കൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് ലുലുവിൽ വന്നത്. അപ്പം പിന്നെന്താ, ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പനീർ ബട്ടർ മസാല. അപ്പോൾ അതിന് കുറച്ച് പനീർ മേടിക്കണം, ബട്ടർ അങ്ങനത്തെയൊക്കെ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. പിന്നെ ഉണ്ടാക്കി നോക്കണം, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ പറഞ്ഞോളൂ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ, ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് ഡിസ്കൗണ്ട്, നോക്കി എടുക്കണമെന്ന് മാത്രം. പിന്നെ ഞാൻ കേക്കിൽ ആവശ്യമായിട്ടുള്ള നട്ട്സ്, ഈന്തപ്പഴം അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് മേടിച്ചു. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ്സൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം. അങ്ങനെ ഭയങ്കര ക്യൂ ആട്ടോ, അത് കാണുമ്പോൾ ഉള്ളൊരു സങ്കടം. പിന്നെ ഇവിടെ ഞാൻ അല്ലെങ്കിൽ തന്നെ വരുമ്പോൾ സാലഡ്സിൻ്റെ സെക്ഷനിൽ സാലഡ്സ് എടുക്കാറുണ്ട്. അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് മറ്റേ പാസ്ത വെച്ചിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇത് സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ്, കേക്ക്സും ഹൽവ അങ്ങനത്തെ സെക്ഷനാണ്. സാലഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാലഡ്സ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പാസ്തയുടെ സാലഡ്, അത് നമുക്ക് ഡബ്ബയ്ക്കകത്ത് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ്. വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. മോള് ലുലുവിലൊക്കെ വരുമ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ട് തരാറുണ്ട്. അപ്പം അഷിക പറഞ്ഞു പ്രിയാമ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളിതൊന്ന് എടുക്കണേണ്. ഇത് അല്ലെങ്കിൽ മേടിക്കാറുണ്ട്. പിന്നെ ഈ പയർ മുളപ്പിച്ചതും കുക്കുംബറും എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ മേടിക്കും. പിന്നെ വെയ് ചെയ്തിട്ട് ബില്ലാക്കിയാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു പർച്ചേസിങ് ഒക്കെ. അപ്പോൾ ബില്ല് ചെയ്യാമെന്ന് ഓർത്ത് ചെന്നപ്പോൾ എൻ്റെ പൊന്നു ഭയങ്കര തിരക്ക്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര പേടിയായിപ്പോയി തിരക്ക് കണ്ടപ്പോൾ. നിൽക്കണവരൊക്കെ എത്ര മണിക്കൂർ നിൽക്കുമെന്ന് അറിയാമോ. അപ്പോൾ ചിലർ ആ ട്രോളി അവിടെ ഇട്ടിട്ട് എടുത്ത ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ പോയിട്ടുണ്ട് എടുക്കാതെ. ബില്ലടിക്കാൻ ഇത്ര നേരം നിൽക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഒരു രീതിയിലൊരു 2 മണിക്കൂർ അവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് മെട്രോയ്ക്ക് പോരും കേട്ടോ. അങ്ങനെ അപ്പോൾ തിരിച്ചു പോന്നു. നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.